ചിന്തിച്ചു നോക്ക്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മൾ സാധാരണ വാപ്പ പോലും പറയൂലേ, ഇനി നിനക്ക് ഈ തീറ്റയിൽ നിന്ന് തീറ്റിപ്പറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല, ഇറങ്ങിപ്പോയി ജോലി ചെയ്യാൻ വാപ്പ തന്നെ പറയൂലേ. പിന്നെ അള്ളാ വായു തരുന്ന അള്ളാ, ഭക്ഷണം നൽകുന്ന അള്ളാ, ആരോഗ്യം തന്ന അള്ളാ, ഭാര്യയെ തന്ന അള്ളാ, മക്കളെ തന്ന അള്ളാ, ഇതെല്ലാം തന്നിട്ടും തമ്മാടി പിന്നെ നീ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഇനി എനിക്ക് നിന്നെ വേണ്ടടാന്നുള്ള തീരുമാനിച്ചാൽ എന്റെ പൊന്നു സഹോദരങ്ങളെ താഴെ കിടന്നിട്ടും മണ്ണി കിടന്ന് പെടയാനല്ലാതെ പിന്നെ പടച്ചറപ്പിന്റെ മുമ്പിലൂടെ നടക്കാൻ കഴിയില്ല. അള്ളാഹു കാക്കട്ടെ. ഞാൻ എന്റെ പൊന്നു സഹോദരങ്ങളോട് സഹോദരിമാരോട് കൽബിൽ തൊട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതം വെച്ചിട്ട് അള്ളാഹുവേ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പടച്ച റബ്ബിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ഒരു തിരിച്ചുനോട്ടം ഉണ്ടാകട്ടെ. ഞാനൊരു ഭാരമാകുന്നു, ഞാൻ അള്ളാഹുവിന് ഭാരമായി മാറുന്നു. മദ്യപാനത്തിന്റെ, ചരസിന്റെ, ഗഞ്ചാവിന്റെ, പീഡനത്തിന്റെ, സർവ്വതിന്റെയും പണ്ടൊക്കെ ഉമ്മമാര് പറയുമായിരുന്നു കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ നഴ്സറി വിടാൻ പേടിയാ. ഇപ്പൊ ഉമ്മമാര് മാറ്റി കുട്ടികളെ കോളേജിൽ വിടാൻ പേടിയാന്ന് പറയുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ വേറെ ലോകമല്ലേ. ഇന്ന് ഉമ്മമാര് മാറ്റി ഇന്ന് കുട്ടികളെ നഴ്സറി വിടാൻ പേടിയാ. എന്തൊക്കെ വിവാദങ്ങൾ. മനുഷ്യൻ നന്നാകുന്നു എന്ന് മാത്രമേ ഇതിന്റെ പ്രത്യേകതയുള്ളൂ, വേറൊന്നുമില്ല. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് പെണ്ണുങ്ങൾ നടക്കാൻ പാടില്ല എന്ന് രജീന്ദർ കുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പറഞ്ഞു. എന്താ അയാളെ കൊല്ലാൻ വേണ്ടി വീണല്ലേ? ഞാൻ അയാളെ പക്ഷത്താ. ടൈറ്റായ ജീൻസ് ഇട്ടിട്ട് നടക്കാൻ പാടില്ല എന്ന് ഞാൻ അത് പറയാം. അങ്ങനെ കുറെ ആളുകളെ എന്നാ അറിയാവുന്നവനെ വിളിക്കും, വാക്കവി വിളിക്കും, ചേലക്കുളുസ്ഥാനെ വിളിക്കും, അബൂ ക്രിസ്താനെ വിളിക്കും. ഒരു ചർച്ചയുണ്ട്, നിങ്ങൾ വരാൻ പറയാം, നമ്മുടെ നിയമങ്ങൾ പറയും. മറ്റതങ്ങനെയല്ല. അതിപ്പോ എന്താണെങ്കിൽ അങ്ങനെ ജീൻസ് ഇട്ടൊന്നിട്ടിട്ട് നടന്നാൽ ഒരു പെണ്ണിനെ കണ്ടാൽ പുരുഷന് ഹാലിളവും. അപ്പൊ വേറൊരു ഹൈവായി ഇരുന്നിട്ട് പറയാം മുസ്ലിം സ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ച് അവൻ പറയാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ നബിതങ്ങൾ പറഞ്ഞത് മനുഷ്യൻ നന്നാവണം, അവന്റെ ഹൃദയം നന്നാവണം. അങ്ങനെ നിങ്ങൾക്കൊരു പെണ്ണിനെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾ നോമ്പ് പിടിച്ചു കൊള്ളട്ടെ. ആ ഹൈവാനോട് ചോദിക്കണ്ടടാ പുള്ളേ, ഒരു പെണ്ണിങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് ഒരു പെണ്ണ് മുമ്പിൽ കൂടെ പോവാ, ഇവൻ ആ സമയത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി ആ പെണ്ണിനെ നോക്കിയിട്ട് നവൈതു സൗമകത്തിൻ അതാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറുമോ? ഒരു പറയുന്നതിന് ദീനുമായിട്ടൊരു ബന്ധം വേണ്ടേ? അല്ലെ? അങ്ങനെ ഒന്നിനെ കണ്ടതിന് ശേഷം പടച്ചോനെ ഞാൻ ഇതൊന്നുമില്ല, സമീന വർത്തകന ഉഫ്രാനൊക്കെ റബ്ബന നവൈതു, ആ നോമ്പ് പിടിച്ച് അതിന്റെ ഗുണം കിട്ടണോ തന്നെ മകരി പോലെ ആവണ്ടേ? അതുവരെ പിടിച്ചിരിക്കണെന്ത്? അപ്പൊ കുറെ ജീവികൾ ഇരുന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണ്. ലോകത്ത് മുഴുവനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നടമാടുന്നു. അതിന്റെ ഇടയിൽ കുറെ ആൾക്ക് ദീൻ വേണ്ട, കുറെ ആൾക്ക് ദീൻ വിൽക്കണം. ഇതിന്റെ എല്ലാം ഇടയിൽ ഒരു കൂട്ടം ഇവിടെ ഒരുമിച്ച് കൂടി. ഇത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കൂട്ടമാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന നല്ല കൂട്ടമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ കൂട്ടത്തെയും നിരുത്സാഹപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ചേലക്കൽ ഉസ്താദ് പറഞ്ഞത് കേട്ടപ്പോ എന്റെ കൽബ് പൊടിയുകയായിരുന്നു. ലോകത്താരും താങ്ങാനില്ലാത്ത ഒരു ഇറ്റി ജലം കൊടുക്കാത്ത ആളുകളുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും വസ്ത്രം വെള്ളയാണെങ്കിലും വെള്ള വസ്ത്രത്തിന്റെ അടിയിൽ നിങ്ങൾ ആരും അറിയാത്ത ഒത്തിരി ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങൾ ഒരു പള്ളിയിൽ 1500 രൂപയ്ക്ക് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന്റെ പോലും വസ്ത്രം ആ നാട്ടിൽ ഏറ്റവും നല്ലവന്റെ വസ്ത്രമായി. കാരണം വെള്ള വസ്ത്രം ധരിക്കാൻ അവർ പിടിച്ചവര്. പക്ഷേ അവരുടെ ഉള്ളിലെ ദുഃഖം തിരിച്ചറിയാൻ ഇന്നേവരെ ഈ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. വിമർശിക്കാനല്ലാതെ. ചില ഉസ്താദ് പറഞ്ഞു ഈ പരിപാടി ഇവിടെ വെക്കുമ്പോ ഇതിനും ആളുകൾ നിരുത്സാഹപ്പെടുത്തി എന്ന് പറയുമ്പോ ഞാൻ ആശ്വസിക്കുകയാണ് പടച്ചവൻ. അപ്പൊ ഞാനൊക്കെ എത്രയോ ഭാഗ്യവാന്മാര്. എന്നെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും നമ്മളൊന്ന് ഈ പാവങ്ങളെ കുറിച്ച് പറയുമ്പോ അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ഒരു നല്ല അടിമയാവാൻ തയ്യാറില്ല. ഉണ്ട്. ضرب الله مثلا رجلين احدهما ابكم لا يقدر على شيء ومن رزقناه منا رزقا حسنا فهو ينفق منه سرا وجهرا هل يستوون الحمد لله بل اكثرهم لا يعلمون. الله പറയുകയാണ് ഖുർആൻ
സ്തുതിച്ച അടിമ. രണ്ടാമത്തെ അടിമയല്ല പറയുകയാണ് അവൻ മൂകനാണ്. അവന് കണ്ണ് കാണില്ല, അവന് ചെവി കേൾക്കില്ല, ഏതൊക്കെ കേട്ടാലും അവന്റെ ഹൃദയം ഇളകുകയില്ല, അവന്റെ കണ്ണ് തുറക്കുകയില്ല. അല്ല പറയുകയാണ് അവനെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ സാധ്യമേ അല്ല. അവൻ മൂടന, കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല. അവനെ കൊണ്ട് വഴി കിടക്കുന്ന ഒരു തടസ്സം എടുത്ത് മാറ്റാനും കഴിയും. അങ്ങനെ ഒരു അടിമയാകരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചെയ്യാൻ കഴിയും, അണ്ണാടെ കണ്ണനും ചെയ്യാൻ തന്നാലായത് എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, അത് ചെയ്യാൻ കഴിയുന്ന ഒരാളായി മാറും. അള്ളാഹുവേ, ഞാൻ പൊട്ടനല്ല, ഞാൻ കണ്ണ് കാണാത്തവനല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. നമുക്ക് എല്ലാം കൂടെ എന്നിട്ട് അള്ളാഹു മൂന്നാമത്തെ ഒരു അടിമയെ പറയുക. അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതലായ ഭാഗം. അള്ളാഹു ചോദിക്കുന്നു വമ്മൻ, ഒരാൾ. അതാരാ വമ്മൻ? ഒരാൾ. അതാരാ? ധാരെ കുറിച്ചിറങ്ങിയ ആയത്താ. ഓമൻ ഒരാളെ അറിയോ നബിയെ? ഒരു അടിമയെ അറിയോ? ആ അടിമയാരെന്നറിയോ? അടിമയാരെന്നറിയോ? അടിമയാണ് ഖുർആൻ സ്തുതിച്ച അടിമ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ, പടച്ചറപ്പിന്റെ അടിമയായി മാറി ജീവിച്ച, എല്ലാ സൗകര്യങ്ങളും കൈവെള്ളയിൽ കിട്ടുമ്പോ എല്ലാം അനുസരിച്ച് ജീവിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ ഇവിടെ പഠിക്കുകയാ. ഈ കണ്ണന്തറയിൽ വെൽഫെയർ അസോസിയേഷൻ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ വെറുതെ എല്ലാ ഖുർആൻ സ്തുതിച്ച അടിമ എന്ന വിഷയം ഞാൻ കൊടുത്തത് ഇവര് ചെയ്ത അതേ പ്രവർത്തന ജീവിതത്തിലേക്ക് എടുത്ത താവറിന്റെയും തനാസറിന്റെയും പ്രതീകമായി മാറി. ആരാ? ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തികളിലെ ഏറ്റവും അപൂർവതയുള്ള സഹാബിയാ. രണ്ട് ഹിജ്റ ചെയ്ത സഹാബി, രണ്ട് ഹിജ്റ ചെയ്ത സഹാബി, രണ്ട് ഹിജ്റ ചെയ്ത സഹാബി. അബ്സീനിലേക്ക് ഹിജ്റ ചെയ്തു, മദീനത്തേക്ക് ഹിജ്റ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ ചെയ്തു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം ഹിജ്റ ചെയ്ത രണ്ടാമത്തെ ആളാരെന്നറിയോ? അതെന്റെ ഉസ്മാനാണ്, ഉസ്മാനാണ്, ഉസ്മാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹൃദയത്തിലോട്ട് കടത്തണം. ഇന്ന് ഇറങ്ങി പോകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ മോഡലാവണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും വന്ധ്യവയോധികന്മാർക്കും ഒരേപോലെ റോൾ മോഡലായി മാറുന്ന ചരിത്രത്തിന്റെ അപൂർവമായ നിമിഷങ്ങളെ തന്റെ ജീവിതം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ അപൂർവമായ ഭാഗ്യം കിട്ടിയ ആളാ. ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കള്, ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം ചെയ്യാൻ ലോകത്തേതെങ്കിലും ഒരു പുരുഷന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നബിയുടെ രണ്ട് പെൺമക്കള്, ഒരു പ്രവാചകന്റെ ഒരു മകളെയൊക്കെ വിവാഹം ചെയ്തിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവാഹം ചെയ്തത് ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകളെയാ. പക്ഷേ ലോകത്തിലെ ഏറ്റവും നല്ല അടിമയായ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹ്, നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളെ ആദ്യം റുഖിയ റളിയല്ലാഹു തആല വിവാഹം ചെയ്തു. ബദർ യുദ്ധത്തിന്റെ സമയം നടക്കുമ്പോ റുഖിയ റളിയല്ലാഹു അൻഹ വഫാത്തായി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകളല്ലേ, സ്വന്തം മകൾ വഫാത്താകുമ്പോ എന്റെ പൊന്നു ചെറുപ്പക്കാരെ മനസ്സിലാക്കുക, സ്വന്തം മകൾ വഫാത്തായി കഴിഞ്ഞപ്പോ മരുമകൻ വിവാഹിതനായി നടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മരുമകന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്ര ഉസ്മാൻ, ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്റെ രണ്ടാമത്തെ
രണ്ടാമത്തെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരികയാ. ഉമ്മു കുൽസൂമുമായി ജീവിതം ആരംഭിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ അവസാന കാലഘട്ടമാകുമ്പോ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരീക്ഷണങ്ങളേറെ വാങ്ങിച്ച സഹാബി. ആദ്യത്തെ ഭാര്യ വഫാത്തായി, രണ്ടാമത് വിവാഹം ചെയ്തു കൊടുത്തു. ആ പെണ്ണും വഫാത്തായി. തന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകളുടെ ജനാസ അടക്കിയിട്ട് അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് നൽകട്ടെ. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ പെരുമ്പാവൂർ പ്രദേശത്ത് എവിടെയോ ആണ് ഒരു ഉസ്താദിന്റെ ഭാര്യ മരിച്ചത്. തലയിൽ വെള്ളം ചുമന്നിട്ടോ കുളിച്ചിട്ട് തിരിച്ചു കയറി വരുമ്പോ ഒരു മരത്തിന്റെ കൊമ്പടിഞ്ഞ് തലയിൽ വീണിട്ടാണ് ഒരു പള്ളിയിലെ ഇമാമിന്റെ ഭാര്യ മരിച്ചു പോയത്. അള്ളാഹുവേ, ഈ ഭാഗത്തോട് അള്ളാഹുവേ, അള്ളാഹുവേ, പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ദീർഘായുസ് നൽകണേ. അള്ളാഹുവേ, ഒരു കൂരയുടെ വീടിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവേ, ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പേ, സ്നേഹിച്ചു കൊതി തീരുന്നതിന് മുമ്പേ അള്ളാഹുവേ, പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് നീ വിട്ടു പിരിപ്പിക്കല്ലേ അല്ലാ. പൊടുന്നനെയുള്ള മരണങ്ങൾ കൊണ്ട് വിട്ടുപിരിപ്പിക്കല്ലേ അല്ലാ. രാവിലെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഭർത്താവ് വൈകുന്നേരം വഴിക്കണ്ണുമായി കാത്തിരിക്കുമ്പോ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുറ്റത്ത് വരുമ്പോ അള്ളാഹുവേ, എന്റെ ഭാര്യ മക്കളും കിടന്ന് നിലവിളിക്കുമ്പോ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതെന്ന് നീ കിടക്കുന്നേ. അള്ളാഹുവേ, മക്കള് വിളിക്കുമ്പോ, ഭാര്യ വിളിക്കുമ്പോ ആ ഒരവസ്ഥയിൽ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. താൻ വിവാഹം ചെയ്തു കൊടുത്ത ആദ്യത്തെ മകളും മരിച്ചു, രണ്ടാമത്തെ മകളും മരിച്ചു. തന്റെ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ മയ്യത്തടക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കബറിടത്തിന്റെ ചാരത്ത് നിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്ര ഉസ്മാനേ, 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 എനിക്ക് മൂന്നാമതൊരു പെൺകുഞ്ഞു കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കയ്യിൽ പിടിച്ചു തന്നെ മൂന്നാമത്തെ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരുമായിരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ